കടക്കാരൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ തെരഞ്ഞെടുക്കുക മോനെ നമ്പറിൽ വിളിച്ചാൽ പോരെ. കുഞ്ഞാണിക്ക് നമ്പർ ചോദിച്ചു. ഓ മൊബൈൽ വാങ്ങിനല്ലോ എന്നാ പറഞ്ഞു. ഞാൻ അപ്പം എന്റെ പരിപ്പെട്ട നമ്പർ 9899 ആ നമ്പർ ഇങ്ങനെ അടിച്ചപ്പോ ഹലോ ഹലോ മൂജരാപ്പളയാ, ഞാൻ ആചാരാപ്പള തെങ്ങുമലാണ്. ആചാരാപ്പളിന്റെ തെങ്ങുമലാണ്. അപ്പൊ എനിക്ക് തോന്നി ഇവന് ഇതൊരു ആവശ്യക്കാൻ ഇവൻ എപ്പോഴും റേഞ്ച് കിട്ടും. അതെഴുതിയാണ്ട് ഒരാവശ്യമില്ലാത്ത ഗെയിം കളിക്കാൻ മാത്രം മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കാർ ആവശ്യമാണ്. അത് നിങ്ങൾ നോക്കും. ആ ഓട്ടത്തിനനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ മായനാട് മീൻ വിൽക്കുന്ന ഒരു ചങ്ങായിക്ക് ഓന് MIT മാത്രം പോരെ? എന്തിനാ ഓന് പിക്കപ്പ് ആവശ്യമില്ല. ഓൻ ഇവിടെ മാത്രം മീൻ വിൽക്കുകയാണ്. ഓൻ പിന്നെ പുരോഗമിച്ചു കോഴിക്കോട് ടൗണിൽ നിന്ന് മീൻ കൊണ്ടുവരാൻ തുടങ്ങി. MIT പോരാ, ഓനെ ഒരു നായ്ക്കുറുക്കമാണ്. നായ്ക്കുറുക്കമാണ് മനസ്സിലായെങ്കിൽ ആയിക്കോട്ടെ. ഓ പിന്നും വികസിച്ച് ഇവിടുന്ന് മീൻ വടകർക്ക് കൊണ്ടാലും തുടങ്ങി. എന്നാ ഓന് നായ്ക്കുറുക്കം പോരാ, ഓന് പിക്കപ്പ് വേണം. ആവശ്യത്തിനനുസരിച്ചാ. അപ്പൊ ഒരു മീൻ കച്ചവടക്കാരൻ പിക്കപ്പ് വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ നായ്ക്കുറുക്കം വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ MIT വാങ്ങി. അതിന് MITന്റെ ആവശ്യമുള്ള എന്തിനാ പിക്കപ്പുകാരനെ കുറ്റം പറയുന്നു? എല്ലാ പ്രവാചകന്മാരും ബുറാക്കിൽ യാത്ര ചെയ്തണോ? ഇല്ല. എന്തേ? ഓലെ നാട് വിട്ട് വല്ലാതെ ഓടിയും പോയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ബുറാക്ക് പോയി. അത് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ 7 ആകാശം കയറി രാവിലെ ആകുമ്പോൾ എത്തണം. അതിന് ബുറാക്കേ പറ്റുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾ ആലോചിക്കും. ഞാനും അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തോടൊപ്പം 2 പൊതുയോഗത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. മിനിയാന്ന് രാത്രി, അത് തലേ രാത്രി അദ്ദേഹത്തോടൊപ്പം ഞാൻ 3 പൊതുയോഗത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് രാത്രി ഞങ്ങൾ 2 മണിക്ക് പിരിഞ്ഞ് രാവിലെ 11 മണിക്ക് എനിക്ക് മൂപ്പരെ കിട്ടാൻ ആവശ്യമില്ലായിട്ട് ഞാൻ മൊബൈലിൽ വിളിക്കാം. എവിടെയാ? ഞാൻ മർക്കസിൽ ഇപ്പോൾ വന്നാലോ? മർക്കസിക്കോ? ഞാൻ ഇപ്പൊ ഡൽഹിയിലല്ലേ. സുബ്ഹാനല്ലാഹ്, ഡൽഹി പോയോ? വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ഡൽഹിയിൽ നിന്ന് വന്നോന്ന് അറിയാൻ വേണ്ടി ഉസ്താദ് എപ്പോഴാ വരിക? ഞാൻ ഇപ്പൊ തൃശ്ശൂരല്ലേ. ഇങ്ങനത്തെ മനുഷ്യന് MIT പോരാ. അതിന് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വേണ്ട, ഞങ്ങൾ എന്താ വേണ്ട? ഇപ്പൊ ഇതിന് ആകെപ്പം മായനാട് പൊതുവാൻ വെച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർക്ക് കാറില്ല. അതിന് എന്തിനാ ആ സാധൂര് കാറ്? ഇത് ആവശ്യമുള്ളവർക്കല്ലേ. അപ്പൊ ഞാൻ എന്റെ 10 പ്രസംഗത്തേക്ക് വരുന്നുണ്ടല്ലേ, മോശമാണ്, നിർത്തിയാണ്ട്. ഞാൻ അങ്ങനെ കരുതി വന്നതല്ല. ഞാൻ ആ കേസറ്റ് കേട്ടിട്ട് പുച്ഛിച്ച് തള്ളിയതാണ്. അതിൽ എന്തോ ഘട്ടകാലം ഒരു വാക്ക് വന്നു പോയതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ സമയം കളയണ്ട. ഒരാളെ പൊതുയോഗം വിളിച്ചിട്ട് കാളമ്പാടി മഹമൂദൻ ആരാ? ഈ നാട്ടിൽ മായനാട്ടുകാർ അറിയോ? ആരാ കാളമ്പാടി മഹമൂദൻ? ഈ മായനാട്ടുകാർക്ക് ഇവിടെ വടകര താലൂക്കിൽ ആര് മരിച്ചാലും പേരോടി ഇമാമത്തുക്കാണ്. കേരളത്തിൽ ഏത് ആള് മരിച്ചാലും AK അബൂബക്കർ AP അബൂബക്കർ മുസ്ലിയാർ ഇമാമത്തുക്കാണ് എന്ന് നമ്മൾ AV അത്ര ഫൈസി മോചാർക്കൊരു തോന്നല്. അങ്ങനെ നമ്മളെ വടകര ബുസ്താനിൽ ഒരു അറബി മദ്രസന്റെ പ്രസിഡന്റ് മരിച്ചു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അയാളെ സ്വന്തം റിസ്കിൽ കാളമ്പാടിക്ക് ഫോൺ ചെയ്ത് ഇയാളെ വരുത്തി. തീവണ്ടിയിലോ ബസ്സിലോ സാധുവിനെ വരുത്തി. പ്രസിഡന്റ് മരിച്ചല്ലേ മദ്രസ കമ്മിറ്റിന്റെ. അങ്ങനെ മയ്യത്ത് കൊടുന്ന് പള്ളിന്റെ മേറാവിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മളെ മരിച്ചെടുക്കുന്നത് നമ്മളെ പ്രസിഡന്റാണ്, വാക്കാലുള്ളതൊക്കെ പുറത്തു കൊടുക്കണം, സാമ്പത്തികമായതൊക്കെ അനുജനായിട്ട് ബന്ധപ്പെടണം, നിക്കരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തിൽപ്പെട്ട അനുജനോ മൂത്താപ്പനോ മകനോ ഒരുത്തം കാര്യമാണ് കയ്യെട്ടി. അല്ലാഹു അക്ബർ. മദ്രസിൽ അനുശോചന യോഗത്തില് നന്ദിന്റെ മാനേജർ AV പൊട്ടിത്തെറിച്ച് നിങ്ങൾ വഷളാക്കി. നമ്മളെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇമാമത്താക്കിയില്ല, ഇമാമ നിർത്തിയില്ല. അപ്പൊ ഈ കുടുംബക്കാർ ഞങ്ങൾ അയാളെ അറിയേണ്ട മൂല്യാണ്. ഇതിന് മനുഷ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊന്നും കുറ്റപ്പെടുത്തലല്ല. ഒരു കാന്തപുരം AP അബൂബക്കർ ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ആവശ്യമുണ്ടായാലും ആവശ്യമില്ലെങ്കിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഏറ്റവും ഉരുവിടുന്ന വാക്യം കാന്തപുരം കാന്തപുരം എന്നാണ്. ആ നാമം അറിയാത്ത ഒരു മനുഷ്യനും, അത് പ്രതികൂലികളാവട്ടെ അനുകൂലികളാവട്ടെ, ആ നാമം അറിയാത്ത ഒറ്റ മനുഷ്യൻ കേരളത്തിലില്ല എന്നതാ സത്യം. നിങ്ങളെ നേതാക്കളെ പറഞ്ഞാലോ അതാരാ? അതാപ്പ നമ്മളെ ആളില്ലേ? എന്തിപ്പ നമ്മളെ മുപ്പരെ പേര് പറഞ്ഞ് അതില്ലേ? ഇതിങ്ങനെ എഴുതി പണ്ടിങ്ങനെ പുഗട പറഞ്ഞു പോയ മാതിരി അവസാനം ഇത്തക്കട നായ മാതിരി. അതല്ല ഇപ്പൊ നിങ്ങളെ അവസ്ഥ. ഒരു സാധനം നിന്നപ്പോ എന്താ നടുവിൽ മടക്കിയ സാധനം നടുവ് തേനൊരുക്കണ മധുരം എന്തായാലും പേര് വെച്ച് പുഗടയാണ് കയറി. അങ്ങനെ പുഗട എന്ന് പറഞ്ഞാൽ ഒരു അറ്റങ്കലായി വന്നു. മലപ്പുറത്ത് അങ്ങനെ അറ്റങ്കലായി എന്നൊക്കെ പറയുന്നത്.
അത് എടുത്താണ് ചാടിയപ്പോ ഇത്തകട എന്നായി. അതിനാണ് വീട് ഇത്തകട എന്നാണ് പെരിപെട്. നമുക്ക് ഇത്തകട കൊണ്ടെന്നാണ്. ഇതേമാതിരി അല്ലാതെ ഇവരെ നേതാക്കന്മാരെ ആർക്കതറിയാം ഇന്ന ആളാണ്. അതേ സമയത്ത് കാന്തപുരം എപ്പിയ മുസ്ലിയാരുടെ സ്ഥിതി അതാ. അദ്ദേഹത്തിന് കാറുണ്ട്. എന്താ ചെയ്യാ? കേരളത്തിൽ മൊത്തം വിമാനത്താവളം അല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ വിമാനമാണല്ലോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം പണിയെടുക്കല്ലേ, ജോലി ചെയ്യല്ലേ, അധ്വാനിക്കല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ജീവിതം, ഒരു ദിവസത്തെ പ്രവർത്തനം നിങ്ങൾ ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ. ഞാൻ മിനിയാന്ന് 4 മണിക്ക് എടവണ്ണപ്പാറ 45 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ അദ്ദേഹം പള്ളി ഉണ്ടാക്കുന്നു. അതിന് ശിലയിടാൻ വേണ്ടി അദ്ദേഹം വരും. എന്നോട് വരാൻ വേണ്ടി അവിടുത്തെ ടെലിഫോൺ. ഞാൻ ഉസ്താദിനെ വിളിച്ചു നോക്കി. ഉസ്താദ് എവിടെയുള്ളത്? എനിക്കൊരു പ്രധാനമായ കാര്യം പറയാണ്ടായിരുന്നു. അപ്പൊ എടവണ്ണപ്പാറ വരും, നേരത്തെ വരുമെങ്കിലും സംസാരിക്കാതെ വിളിച്ചപ്പോ അദ്ദേഹം ഫോൺ എടുത്തിരിക്കുന്നത് ഏറുവാടിയിൽ. അവിടെയാ രാവിലെ 6 മണിക്ക് ഏറുവാടിയിൽ, 4 മണിക്ക് എടവണ്ണപ്പാറ എത്തണം. വൈകുന്നേരം കൃത്യം 4 മണിക്ക് എടവണ്ണപ്പാറ എത്തി. ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എപ്പ വണ്ടി എടുത്ത? 6 മണിക്ക് ഏറുവാടിന്ന് വണ്ടി എടുത്തതാ. 4 മണിക്ക് അതിനിടയ്ക്ക് പാലക്കാട് ഒരു പരിപാടി പങ്കെടുത്തിട്ട്